അല്ല, ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക ഈ ഓപ്പറേഷനിലൂടെ നടക്കുകയില്ലെങ്കിലും ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ രാജ്യത്തിനകത്തൊരു 41 കിലോമീറ്റർ വരുന്ന ഒരു സ്ട്രെച്ച്, അവിടെ ഏതാണ്ട് 21-23 ലക്ഷം വരുന്ന ജനത, ഇവരെ എൻ്റെ മുൻ പാനലിസ്റ്റ് പറഞ്ഞ പോലെ ഷീൽഡാക്കിക്കൊണ്ട് ഒരു തീവ്രവാദ സംഘം പ്രവർത്തിക്കുന്നു. ഈ തീവ്രവാദ സംഘത്തിനെ ഉന്മൂലനം ചെയ്യേണ്ടത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരെ രമ്യതയിലാക്കി. ഞാനൊരു ഉദാഹരണം പറയാം. കേരളം എന്ന് പറയുന്നത് ഇസ്രായേലാണെന്ന് വിചാരിക്കാം. അവിടെ ആലപ്പുഴ എന്ന് പറയുന്നതാണ് ഈ ഗാസ. അപ്പം ഇതിനകത്ത് നിന്നുകൊണ്ട് ഇവർക്ക് ഈ ഇസ്രായേൽ എന്താ ചെയ്തിരുന്നത്? ഇവർക്കെല്ലാവർക്കും ജോലി ഈ രാജ്യത്തിനകത്ത് കൊടുത്തു. ഇസ്രായേലിനകത്ത് വന്ന് പണിയെടുക്കാം, ഇവിടുന്ന് ഭക്ഷണ സാധനം കൊണ്ടുപോകാം, ഇവിടുന്ന് കാശ് കൊണ്ടുപോകാം. പിന്നെ ഗാസയിലേക്ക് ഇവർ ഇലക്ട്രിസിറ്റി, മറ്റു കാര്യങ്ങൾ, വെള്ളം, മരുന്ന് എല്ലാം ഇസ്രായേൽ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അതായത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന ആളുകൾ പണിയെടുക്കില്ലേ, അതുപോലെ ഇവർ ഇസ്രായേലിൽ പോയി പണിയെടുത്ത് സുഖമായി ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഈ ഹമാസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നമുണ്ടാക്കിയത്. ഇങ്ങനെ സുന്ദരമായി പോയിരുന്ന രണ്ട് അയൽക്കാരെ പോലെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിനകത്തെ ഒരു കൊച്ചു ബീച്ച് സെൻറ്റർ പോലെ കഴിഞ്ഞിരുന്ന ഈ 365 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് വരുന്ന ഒരു കൊച്ചു പ്രദേശം, പക്ഷേ ഡെൻസിറ്റി ഭയങ്കരമാണ്. 23 ലക്ഷം ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത്. വീട് ഇങ്ങനെ നമ്മൾ മോളിൽ കൂടെ നോക്കി, ആകാശത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വീട് ഇങ്ങനെ ചിരട്ട കമത്തിയ പോലും ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ മുഴുവൻ തകർന്നു. ഇപ്പോൾ ആ ഓൾഡ് ഗാസ, ന്യൂ ഗാസ എന്ന് ആരെങ്കിലും ഒരു മാപ്പ് അടിച്ച് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും. തകർന്ന് പഴയത് ഇങ്ങനെ ചിരട്ട പോലെ ഇരിക്കുന്നെങ്കിൽ ഇന്നത് മുഴുവൻ പൊടിഞ്ഞ് നാശമായി പോയി. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ 23 ഒക്ടോബർ 7 ഈ ഇസ്രായേലിൽ കയറി ഗാസ തീവ്രവാദികൾ അടിച്ചു. അവരുടെ 1139 പേരെ വധിച്ചു, 200 പേരെ ബന്ദികളാക്കി കൊണ്ടുപോയി. ഈ യുദ്ധം ഇത്രയും നടന്നിട്ടും അവരിൽ പലരെയും വിട്ടുകിട്ടിയിട്ടില്ല. ഇപ്പോഴും 50 പേര് കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിലെല്ലാം ഏതാണ്ട് തീർന്നു. ഇനി 10 പേരെ ഉള്ളെന്നാണ് ട്രംപ് പറയുന്നത്. 8 പേരെ മറ്റേ ഉള്ളെന്നാണ് ട്രംപ് പറയുന്നത്. ബാക്കി എല്ലാത്തിനെയും തട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ചത്തതിനൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത്. ഇനി വന്നിട്ട് കാര്യമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ കണക്ക് കൂട്ടൽ, ഇനി എൻ്റെ രാജ്യത്തിനകത്ത് ഈ ഇസ്രായേലിനകത്ത് ഒരു ചെറിയ സ്ട്രിപ്പിനകത്ത് കിടന്ന് ഇനി കളിക്കാൻ അനുവദിക്കില്ല. ഇവരെ ഇവിടുന്ന് എങ്ങനെയും പുറത്താക്കണം. പക്ഷെ അതെങ്ങനെയാണ്? അവിടെയാണ് പ്രശ്നം. 23 ലക്ഷം ജനങ്ങൾ, സംഗതി എല്ലാം പറഞ്ഞത് ശരിയാണ്. ഇവരെ ഷീൽഡായിട്ട് ഉപയോഗിക്കുക എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് വളരെ തന്ത്രപൂർവ്വം വേറെ ഏതെങ്കിലും സ്ഥലത്തിരുന്ന് ചായയും കുടിച്ച് വൈനും കഴിച്ച് സുഖിച്ച് TV-യും കണ്ടുകൊണ്ട് ഈ പാവങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കാനായിട്ട് വിട്ടിരിക്കുന്നു. പിന്നെ കുറേ കൂലിപ്പട്ടാളക്കാരെ പോലെ തീവ്രവാദികൾ ഇതിനകത്ത് നിന്ന് ആശുപത്രിയിലും സ്കൂളിലും മറ്റ് സ്ഥലങ്ങളിലും നിന്ന് ഈ ജനതയെ പുറത്തു പോകാൻ സമ്മതിക്കുന്നില്ല. ഇവരെ ഓടിപ്പോകാൻ പോലും സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് തന്നെ ഇസ്രായേൽ അവിടെ എല്ലാം ലഘുലേഖ വിതരണം ചെയ്തു. എല്ലാം ഓടിപ്പോക്കോ, ഞങ്ങളിതാ 10-15 ദിവസത്തിനകം എല്ലാത്തിനും വെടിവെച്ച് ഞങ്ങൾ തകർത്ത് കളയും, അതിന് മുമ്പ് ഓടിപ്പോക്കളാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഓടിപ്പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും എവിടേക്ക് പോകുന്നുള്ള വലിയ പ്രശ്നമാണ്. ഇതാണ് ശരിക്ക് UN ഉൾപ്പെടെയുള്ളവ അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷേ അഡ്രസ്സ് ചെയ്യാൻ സമ്മതിക്കില്ല. ഈ പ്രശ്നം സെക്യൂരിറ്റി കൗൺസിലിൽ വന്നപ്പോൾ 14 രാഷ്ട്രങ്ങളും അനുകൂലിച്ചെങ്കിലും ഉടനെ തന്നെ വീറ്റോയുമായിട്ട് US വന്നു. അതോടെ അത് തീർന്നു. US പറയുന്ന ന്യായം, ഈ പ്രമേയത്തിൽ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഇസ്രായേലിനെ മാത്രമേ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളൂ, ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു തൊടുനായങ്ങളാണ്. പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ 50 ടോട്ടൽ പോപ്പുലേഷൻ ഉണ്ടല്ലോ, ഇതിൽ 50% 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 46% ഏതാണ്ട് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഈ ചിത്രം നമുക്ക് കാണാനൊക്കില്ല. ഈ ചിത്രത്തിൽ 2 കൈയും 2 കാലും പോയിട്ട് ഈ തുണി ചുറ്റി വെച്ചിരിക്കുകയാണ്. അവിടുത്തെ ഡോക്ടർ പറയുകയാണ്, ഇവിടെ ഈ പിള്ളേർ കിടന്ന് നിലവിളിക്കുകയാണ്. അമ്മയോട് ചോദിക്കുക, അമ്മയെ എനിക്ക് എന്ന് കാല് തിരിച്ചു കിട്ടുമെന്ന് ചോദിക്കുന്ന കുഞ്ഞിൻ്റെ ചിത്രം. അതുപോലെ തന്നെ ഈ കുഞ്ഞിനോട് വേദന കൊണ്ട് എനിക്ക് പൊള്ളയുന്നു, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്ന മറുപടി ഉടനെ തന്നെ മരുന്ന് വരുമെന്നാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത്, ഇവിടെ ആൻറ്റിബയോട്ടിക്സ് ഇല്ല, ഇവിടെ പെയിൻ കില്ലർ ഇല്ല, കൊച്ചിന് കരയെ നിവർത്തിയുള്ളൂ എന്ന് പറയുന്ന സാഹചര്യം. ഇതൊന്നല്ല, 10,000-കണക്കിന് കുട്ടികൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇതൊരു വല്ലാത്ത പിക്ചറാണ്. നമ്മളൊരു ഹൊറർ സിനിമ ഇതൊരു ഗാസ ഒരു സിനിമയായിട്ട് കണ്ട ആ സിനിമ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ഒരു വെറും നമ്മളിങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് തുണി പൊതിഞ്ഞ് ഒരു ഡ്രാമയായിട്ട് നമ്മൾ കാണിച്ചാൽ ഇത് കാണാൻ അത്ര ഭീകരമാണ്. അതൊന്നും കണ്ടാൽ നമുക്ക് പിന്നെ ഭക്ഷണം പോലും കഴിക്കാം. കാരണം ഇത് നമ്മുടെ കുഞ്ഞാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ കുഞ്ഞാണ് ഇത്. 8 വയസ്സായതും 10 വയസ്സായതും 2 വയസ്സായതും ഉൾപ്പെടെയുള്ളത് ഇങ്ങനെ കൈയും കാലും ഒക്കെ അറുത്ത് വെറും പഴന്തുണി ചുറ്റി ഇങ്ങനെ കിടക്കുകയാണ്. മരുന്നില്ല, എന്ത് ചെയ്യും? ഇവരെല്ലാം അങ്ങനെ മരിച്ചു പോകുന്ന അവിടുത്തെ
ഡോക്ടർമാർ പറയുന്നത്. കാരണം ആൻറ്റിബയോട്ടിക്സ് ഇല്ല. അപ്പോൾ ആംബ്യൂട്ട് ചെയ്യപ്പെട്ട കൈയും കാലും ഒക്കെ എടുത്ത് ദൂരെ കളഞ്ഞു, എന്നിട്ട് ഇങ്ങനെ കിടക്കുകയാണ് പാവകളെ ഇങ്ങനെ കഷ്ണമാക്കിയിരിക്കുന്ന പോലെ. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടത് ലോക മനസാക്ഷിയുടെ ആവശ്യമാണ്, ലോക ജനതയുടെ ആവശ്യമാണ്, UN-ന്റെ ആവശ്യമാണ്. പക്ഷേ ഇത് നടക്കുന്നില്ല. എന്ത് ചെയ്യും? ഈ ലോകത്ത് ഇങ്ങനെ വന്നാൽ, നമുക്ക് കേരളത്തിൽ ഇങ്ങനെ വരുന്നെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, എന്ത് ചെയ്യും? നമ്മൾ സാധാരണക്കാരനായ ജനത എന്ത് ചെയ്യും? അവർക്ക് ജീവിക്കേണ്ടത്. നമുക്കിത് കണ്ടു നിൽക്കാൻ കഴിയില്ല. അത്ര ഭീകരമായൊരു സിറ്റുവേഷനാണ് ഇത്. ലോക മനസ്സാക്ഷി മരവിച്ചു പോയി. നമുക്ക് ആർക്കും ഈ നമ്മളെക്കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ചും ചിന്തയില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇതിന്ന് കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ അടക്കം പലസ്തീൻ എന്ന് പറഞ്ഞ രാഷ്ട്രം വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇസ്രായേൽ ഇവരെ ഈ പാവങ്ങളെ എല്ലാം പിടിച്ച് വല്ല വാഹനത്തിലുമാക്കി ഈ പട്ടാളക്കാരെ പ്രത്യേകം തിരിച്ചുകൊണ്ട് ഈ ഹമാസിനെ തീവ്രവാദികളെ വെടിവെച്ചുകൊണ്ട് ഈ കയറാൻ പറ്റുന്നതിനൊക്കെ അവിടെ നിന്ന് മാറ്റി വല്ല ഏതെങ്കിലും അഭയകേന്ദ്രത്തിൽ ഗാസയുടെ വെസ്റ്റ് ബാങ്കിലോ എവിടെയെങ്കിലും കൊണ്ട് മാറ്റി പുനരധിവസിക്കുകയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ പാപം ഇസ്രായേലുകാർക്ക് ആർക്കും സഹിക്കാനൊക്കില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത പോലും ഇപ്പം പൊട്ടിത്തെറിച്ച് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഗാസ സ്ട്രിപ്പ് ഇനി ഈ രീതിയിൽ പോകാൻ ഇസ്രായേൽ അനുവദിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിനകത്തെ ആലപ്പുഴയിലൊരു ഗാസ വന്ന പോലെയാണ്, അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദി കേന്ദ്രം വന്ന പോലെയാണ് അതിൻ്റെ അവസ്ഥ. അവർക്കിനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരിതിനെ പുറത്താക്കും. എങ്ങനെയാണെങ്കിലും അവർ പുറത്താക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇത് കാണുന്നത്. US-ന് സപ്പോർട്ടുമാണ്. US ഇതിന് ആയുധം കൊടുക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു, UN-ൽ സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിനൊരു വേദനാജനകമായൊരു പരിഹാരമെങ്കിലും ഉണ്ടായില്ലെങ്കിൽ ഭയങ്കരമായ ഒരു കറ്റോസ്ട്രഫിയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും മനസ്സാക്ഷിയെ പറിച്ചു കളഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇതിനു മുമ്പും നമ്മൾ ഈ യുദ്ധവാർത്തകളൊക്കെ, ഇതിപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവാർത്തകൾ നൽകുന്നുണ്ട്. അവിടെയും വലിയ തോതിൽ കാഷ്വാലിറ്റീസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. പല കെട്ടിടങ്ങളും നഗരപ്രദേശങ്ങളും ഒക്കെ പരസ്പരം ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഗാസയിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങളൊക്കെ അതിലേറെ ഭയാനകമാണ്. ഈ സൂചിപ്പിക്കുന്ന പോലെ പല ദൃശ്യങ്ങളും നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്തവയാണ്. വാർത്താ ഏജൻസികൾ അത് നൽകുന്നുണ്ടെങ്കിലും പ്രേക്ഷകരെ അത് കാണിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇവിടെ ഇതാ ഗാസ നഗരം വിട്ടു പോകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നു, അത്തരത്തിൽ ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു, അന്തിമ വാണിംഗ് നൽകുന്നു എന്ന് പറയുമ്പോൾ അവരെ സ്വീകരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ വെല്ലുവിളിയായി മാറുന്നു. അപ്പോൾ അങ്ങനെ സ്വീകരിക്കാൻ ആരുമില്ല എന്നറിയുമ്പോഴും ഇങ്ങനെ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് അങ്ങേയറ്റം വിഷമകരമാകുന്നത്. ഇതിനപ്പുറത്ത് ഇനിയിപ്പോൾ ഏതാണ്ട് ഗാസയിലെ 1/3 ആളുകളുമൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. 1/3 ആളുകൾ മാത്രമാണ് ശേഷിക്കുന്നത് എന്ന് പറയുമ്പോഴും അത് ലക്ഷക്കണക്കിന് ആളുകളാണ്. നേരത്തെ വേണുഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ ചെറിയ ഭൂപ്രദേശം, അവിടെ വലിയ ജനസംഖ്യ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ആൾനാശം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്നത്, അംഗഭംഗം വരുന്നത്. ഒരു ഫോർമുലയില്ല, അല്ലെങ്കിൽ പോംവഴിയില്ല. ഇത് ഗാസ ഇങ്ങനെ എരിഞ്ഞടങ്ങുക, അത് തന്നെയാണോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്?